എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഷാർജയിൽ നിന്നും എയർ അറേബ്യയിലാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു സർപ്രൈസ് വിസിറ്റാണ്. ഡിപ്പാർച്ചർ ടൈം 10:10 ഫ്ലൈറ്റ് നമ്പർ G9454. അങ്ങനെ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇന്നൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ടാക്സിയിൽ ഷാർജ എയർപോർട്ടിലേക്ക് പോകുന്നത്. സാധാരണ ഷാർജ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല ട്രാഫിക് ആയിരിക്കും. പക്ഷേ അന്നെന്തോ ട്രാഫിക് അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിൽ എത്താൻ സാധിച്ചു. പക്ഷേ എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു. നേരെ നമ്മൾ ചെല്ലുന്നത് ഓൺലൈൻ ചെക്കിംഗ് കൗണ്ടറിലേക്കാണ്. അവിടുന്ന് ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം പിന്നെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ ശേഷമാണ് ബസ്സിലാണ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി ഫ്ലൈറ്റൊക്കെ റെഡിയായി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ രാത്രി സമയം 9:45 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇനി നമുക്ക് എയർപോർട്ടിൽ പുറത്തെ കാഴ്ചകൾ കാണാം. ലഗേജുകൾ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ പല സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ബസ്സിൽ ആളെ കൊണ്ടുവരുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ നൈറ്റ് വിഷ്വൽസുമാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
നമുക്ക് ഫ്ലൈറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത്. ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക സാൻഡ്വിച്ചാണ്. അതിൻ്റെ കൂടെ മിനറൽ വാട്ടറും കിട്ടിയിരുന്നു. ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് മയോസ് ചിക്കൻ സാൻഡ്വിച്ചാണ്. അതിൻ്റെ കൂടെ മിനറൽ വാട്ടറും കിട്ടിയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ അല്പനേരം ഉറങ്ങി. വെളുപ്പിന് 3:45 നമ്മൾ കോഴിക്കോട് എത്തിയത്. അതിനുശേഷം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാഗേജ് സെക്ഷനിലേക്ക് പോകുന്നത്. വെളുപ്പിനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ബാബു വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് റിസീവ് ചെയ്യാൻ വന്നവരുടെ തിരക്കാണ് പുറത്ത് കാണുന്നത്. ഇതാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശം. വെളുപ്പംകാലം ആയതുകൊണ്ട് തന്നെ റോഡിൽ അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രസിദ്ധമായ കല്ലടിക്കോടൻ മല. ഈ മലയിലാണ് അപൂർവ ഔഷധമായ കന്മദം ധാരാളമായിട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നീലി എന്നൊരു കഥാപാത്രവും ഈ ഒരു മലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു മൂടിയ അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക് യു.